ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുക്കിംഗ് വിത്ത് കീരിയോഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാച്ചിലർ സ്പെഷ്യലാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ നമുക്കൊരു കുക്കർ ചിക്കൻ കറി ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 800 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോണുള്ള പീസസാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, പിന്നെ അരമുറി നാരങ്ങ ജ്യൂസ് പിഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സ് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഈ ചിക്കൻ കറി വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അധികം സാധനങ്ങളൊന്നും ഇതിന് വേണ്ട. ഇപ്പം യൂസ് ചെയ്യുന്നത് 2 വലിയ ഉള്ളി ഇതേപോലെ സ്ലൈസ് ചെയ്തത്, പിന്നെ 4-5 പച്ചമുളക് നടുവേ കീറിയത്, പിന്നെ 1.5 ടൊമാറ്റോ. അത് കുറച്ച് പഴുത്ത ടൊമാറ്റോ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് പൊടികളാണ്. അതിനായിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. സാദാ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. അടുത്തതായിട്ട് നമുക്കൊരു പേസ്റ്റ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 6 അല്ലി വെളുത്തുള്ളി, പിന്നെ 1/2 കഷ്ണം ഇഞ്ചി, പിന്നെ 1 ടീസ്പൂണോളം ജീരകം നമുക്ക് ആവശ്യമാണ്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഉള്ള കുരുമുളക് പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. നമുക്കൊരു കുക്കർ വെച്ചതിന് ശേഷം അതിലേക്ക് കുക്കർ ചൂടാവുമ്പം നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ ഉള്ളി നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് വഴണ്ട് കിട്ടണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മുളകും അതുപോലെ കറിവേപ്പിലയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിന് ഇപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എണ്ണയിലേക്ക് വേണമെങ്കിൽ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനത് സജസ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ആദ്യം തന്നെ ഇടുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ആ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഐദർ വേ നിങ്ങൾക്ക് ചെയ്യാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണിൻ്റെ താഴെയാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമുക്കിനി ഇതിലോട്ട് ടൊമാറ്റോ ഒക്കെ ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ടൈമിൽ പുളിയും ഉപ്പൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഓവറായിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം നമ്മുടെ ഈ ഉള്ളിയൊക്കെ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങളിത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം പൊടികൾ ഇടാനുള്ളതാണ്. ഹൈ ഫ്ലെയിം ആണെങ്കിൽ കരിഞ്ഞു പോവും. ഇനി ഇതിലോട്ട് നമ്മുടെ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പേസ്റ്റ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പൊടികളുടെയൊക്കെ ഫുള്ളായിട്ടുള്ള പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് ഈ ഇളക്കി കൊടുക്കണ പരിപാടി. കാരണം ഇതൊക്കെ വഴണ്ട് കിട്ടണ്ടേ. പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ കാശ്മീരി ചില്ലി പൗഡറിന് ഒരു കുത്തുന്ന ഒരു മണമാണുള്ളത്. അപ്പോൾ ആ ഒരു ടേസ്റ്റും അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളിത് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ, അതിൻ്റെ പച്ചമണം മാറിയിട്ടില്ലെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ കുളവും. അപ്പോൾ അതുകൊണ്ട് ടൈം എടുത്തിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറ്റുക. എന്നിട്ട് വേണം ബാക്കിയുള്ള സാദാ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സാദാ മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് നോക്കിയാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇളക്കി കൊടുക്കുക. കാരണം നമ്മുടെ ചിക്കൻ കറിയുടെ മെയിൻ ടേസ്റ്റ് കൊടുക്കുക നമ്മുടെ ഈ ഉള്ളിയും ഈ പൊടികളൊക്കെ വാടി വരുമ്പോൾ ഉള്ള ആ ഒരു ഇതാണ്. അപ്പം ഈ ഒരു പ്രോസസ്സ് നമ്മൾ എളുപ്പപ്പണി ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി കുളവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് നന്നായിട്ട് ടൈം എടുത്തിട്ട് ചെയ്യാം.
പൊതുവേ ഇത് ഭയങ്കര ഈസിയാണ്. ബാക്കി പ്രോസസ്സൊക്കെ നമുക്ക് പെട്ടെന്ന് തീരും. ഈ ഒരു ഇളക്കി കൊടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ കുറച്ച് ടൈം കൺസ്യൂമിങ്. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഉള്ളിയിലേക്ക് ഇതെല്ലാം നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് ഈ കുക്കറിൻ്റെ ലിഡ് വെച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. നമുക്കിനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ചൂടുവെള്ളം മാത്രമേ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടണം. അതിൻ്റെ കഷ്ണമൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് പോകണം. അപ്പോൾ ആ രീതിയിൽ വേണം ഇത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം കുറച്ചുകൂടിയും അതിൻ്റെ വേവ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അപ്പം ഇനി നമ്മളിത് ജസ്റ്റ് നമ്മൾ കുക്കറിൻ്റെ ലിഡ് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളിയും ഇതൊക്കെ മസാലയും എല്ലായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി. നമുക്ക് ലിഡ് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ആഡ് ചെയ്യാൻ ടൈമായി. ഈ ഒരു ടൈമിൽ വേണം നിങ്ങൾ പുളിയും ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ചിക്കനൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ മസാലയിൽ പിടിക്കുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും നിങ്ങൾ ഈ സ്റ്റീലിൻ്റെ സ്പൂണൊന്നും യൂസ് ചെയ്യരുത്. മാക്സിമം ഇതേപോലെ ഈ മരത്തിൻ്റെ തടി ഉപയോഗിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് മരത്തിൻ്റെ സ്പൂൺ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. നന്നായിട്ട് ഈ ചിക്കൻ പീസസിലൊക്കെ നമ്മുടെ ഈ മസാല പിടിക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്, നേരത്തെ പറഞ്ഞ പോലെ ചൂടുവെള്ളം മാത്രം ഒഴിക്കുക. നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം, കാരണം നമ്മുടെ ചിക്കൻ പീസസിൻ്റെ ഉള്ളിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും. അപ്പോൾ ഇപ്പം ഞാൻ 1 കപ്പ് 1.5 കപ്പിൻ്റെ അടുത്താണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ലിഡ് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം. കറക്റ്റ് 2 വിസിലായപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കി. ഓരോ ചിക്കൻ്റെ വേവും വ്യത്യാസമായിരിക്കും, അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ കിട്ടുന്ന ചിക്കൻ ഭയങ്കര ടെൻഡറാണ്, അപ്പം 2 വിസിലൊക്കെ മതി, നന്നായിട്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പം നിങ്ങളുടെ ചിക്കൻ്റെ വേവ് നിങ്ങൾ നോക്കിയിട്ട് വേണം വിസിൽ എത്ര എണ്ണം വേണമെന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ കുക്കറിൻ്റെ ലിഡ് ഓപ്പൺ ആക്കിയിട്ട് ഒരു 2 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ബോയിൽ ചെയ്യാണ്. ഞാനിതിലോട്ട് 2 പച്ചമുളക് നടുവേ കീറിയത് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. പിന്നെ അതുപോലെ തന്നെ ബാക്കി ഉണ്ടായിരുന്ന തക്കാളിയുടെ നടുവത്തെ പൾപ്പ് മാറ്റിയിട്ട് ജസ്റ്റ് കുഞ്ഞ് പീസസായി കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഓപ്ഷണലാണ്, ഞാൻ പൊതുവേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് കാച്ചി ഒഴിക്കാണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ 4 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില അതൊന്ന് എണ്ണയിലിട്ട് കാച്ചിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അപ്പം തന്നെ നമ്മുടെ കുക്കറിൻ്റെ ലിഡ് വെച്ചിട്ട് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം കുറച്ച് നേരത്തേക്ക്. അങ്ങനെ ഫൈനലി നമ്മുടെ ബാച്ചിലർ സ്പെഷ്യൽ കുക്കർ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഞാനിത് മെയിനായിട്ട് ഗീ റൈസിൻ്റെ കൂടെയാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ ഗീ റൈസിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.